ഞാൻ അഡ്വക്കേറ്റ് ടി എം ജാഫർ ഖാൻ 1975 കാലഘട്ടത്തിൽ SFIയുടെ പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. 1975 ജൂൺ മാസം 25-ാം തീയതി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അന്നേ വരെ നിലനിന്നിരുന്ന ഇന്ത്യയുടെ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും തച്ചു തകർത്തുകൊണ്ട് നാവടക്കൂ പണിയെടുക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ 352-ാം വകുപ്പ് പ്രകാരമാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ആദ്യമെല്ലാം അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും പെട്ടെന്ന് തിരിച്ചറിയുവാൻ പ്രയാസമായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരാവസ്ഥയെ തുടർന്ന് അന്നത്തെ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി ഒപ്പിട്ട് നൽകിയ ഉത്തരവിൽ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഭരണകക്ഷി പറയുന്നത് പോലെ അല്ലെങ്കിൽ ഭരിക്കുന്നവർ പറയുന്നത് പോലെ ജീവിച്ചു കൊള്ളണം എന്ന സിദ്ധാന്തമാണ് വരുത്തിയത്. ഭരണഘടനയാണ് എല്ലാത്തിനും മുകളിൽ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അന്നുവരെ ആരും ചിന്തിക്കാത്ത തരത്തിൽ ഭരണഘടനയെ തൂത്തെറിഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ റായ്ബറേലിയിലെ തെരഞ്ഞെടുപ്പ് അലഹാബാദ് ഹൈക്കോടതി അസാധുവായി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ C. അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹവും അതിനെ വളരെ ഗൗരവത്തോടെ കണ്ട് അത് നടപ്പിലാക്കാനാണ് ശ്രമിച്ചത്. ആ നടപ്പിലാക്കിയതിൻ്റെ ഫലമായി ഞങ്ങളെല്ലാം പല കേസുകളിലും പ്രതിയാകുന്ന സ്ഥിതിയിലേക്ക് വന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടുക എന്ന SFIയുടെയും CPMൻ്റെയും വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ അന്നത്തെ ആര്യങ്കാവ് മുതൽ പട്ടാഴി തെക്ക് വരെ രാത്രി അടിയന്തരാവസ്ഥ അറബിക്കടൽ എന്ന മുദ്രാവാക്യം എഴുതിയ വാൾപോസ്റ്റുമായി ഞങ്ങൾ സഞ്ചരിച്ച് എല്ലാ പോലീസ് സ്റ്റേഷനും മതിലിലുമടക്കം അത് പേസ്റ്റ് ചെയ്ത് ആണ് വന്നത്. പത്തനാപുരം പോലീസ് സ്റ്റേഷനിലും ഞങ്ങൾ അതിൻ്റെ വാൾപോസ്റ്റ് പതിച്ചു. ഏകദേശം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 1 മാസത്തിന് ശേഷമാണ്. അങ്ങനെ ജൂലൈ മാസമായപ്പോൾ അന്നത്തെ SFIയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്ന എൻ്റെയും കമാലുദ്ദീൻ്റെയും SFIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരായിരുന്ന മരിച്ചുപോയ ശിവപ്രസാദിൻ്റെയും പേരിൽ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് അനുസരിച്ച് പത്തനാപുരം പോലീസ് കേസെടുത്തു. 1984 അഭിഭാഷക വൃത്തി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ SFIയിൽ നിന്നും പതുക്കെ മാറി CA2 രംഗത്തേക്കാണ് വന്നത്. CA2 രംഗത്ത് വന്നിട്ട് CA2യിലെ ചുമട്ടുതൊഴിലാളി രംഗത്താണ് ആദ്യം വന്നത്. ചുമട്ടുതൊഴിലാളിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി തുടർച്ചയായി 10-25 വർഷക്കാലം പ്രവർത്തിച്ചു. തുടർന്നാണ് തുടർന്ന് അപ്പോൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഞാൻ അഭിഭാഷക സംഘടന രൂപീകൃതമായ നാൾ മുതൽ അഭിഭാഷക സംഘടനയുടെ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഭാരവാഹിയായിരുന്നു. കൊല്ലം ജില്ലയുടെ ട്രഷററായിരുന്നു. കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായും പ്രസിഡന്റായും ദീർഘമായ കാലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഈ അനുഭവങ്ങളെല്ലാം നിശ്ചയമായും ഒരു നല്ല സംഘാടകനാകാനും നല്ല പോരാളിയാകുവാനും ഈ അനുഭവങ്ങളെല്ലാം എന്നെ സഹായിച്ചെല്ലാം ധീരമായി നേതൃത്വം നൽകുന്ന സഖാവ് വീരാപ്പിള്ള സഖാവ് ഞങ്ങളെ വിട്ടുപോയി. സഖാവ് വീരാപ്പിള്ള സഖാവ് ഇപ്പോൾ ഇല്ല. എന്നാൽ ഇന്ന് ദുഃഖകരമായ ഒരു സംഭവം അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, കൊല്ലം ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലൊരു ഒരു സ്വീകരണമെല്ലാം നന്നായിട്ട് നടത്തുകയും അല്ലെങ്കിൽ നടത്താൻ ശ്രമിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ 50 വർഷക്കാലത്തെ അടിയന്തരാവസ്ഥയുടെ ഈ കാലഘട്ടത്തിനെ പത്തനാപുരത്തെ പാർട്ടി മറന്നുപോയോ എന്നുള്ളതും ഒരു പ്രയാസകരമായ കാര്യമാണ്. കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജയിൽവാസം അനുഭവിച്ചത് അന്നത്തെ അഭിവക്ത പത്തനാപുരം താലൂക്ക് കമ്മിറ്റിയിലായിരുന്നു എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. പക്ഷേ പത്തനാപുരം അതിനെ സംബന്ധിച്ച് അറിഞ്ഞ മട്ടുപോലും ചില ആളുകൾ നടിക്കാത്തതിൽ ആ പ്രയാസവുമുണ്ട്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.
പിന്നീട് ഇന്നത്തെ ഈ പിന്നെ ഒരു 2 ദിവസമെങ്കിലും ജയിലിൽ പോയാൽ അത് തന്നെ ആഘോഷമാക്കി മാറ്റുന്ന ആളുകൾ എല്ലാം പഴയകാല ഓർമ്മകളും പഴയകാല ത്യാഗങ്ങളും പലപ്പോഴും അവരെല്ലാം വിസ്മരിച്ചു പോകാറുണ്ട്. അങ്ങനെ വിസ്മരിച്ചു പോകാൻ പാടില്ല. ഇന്നലെ എന്ത് സഖാവ് EMS പറഞ്ഞതുപോലെ ഇന്നലെ എന്ത് നടന്നു എന്ന് പഠിച്ചെങ്കിൽ മാത്രമേ ഇന്ന് എന്ത് നടക്കുന്നു എന്ന് പറയാൻ കഴിയൂ. ഇന്ന് എന്ത് നടക്കുന്നു എന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നാളെ എന്ത് നടക്കും എന്ന് പറയാൻ കഴിയൂ. നിശ്ചയമായും ഇപ്പോൾ പുതിയ തലമുറയെല്ലാം വരട്ടെ, പാർട്ടിയിൽ പുതിയ തലമുറ വരണം, വളരണം. പക്ഷേ പഴയ കാര്യങ്ങൾ, പഴയ പ്രവർത്തനങ്ങൾ, ഞങ്ങളെല്ലാം ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനും ഉള്ള അവകാശം കിട്ടിയത് എങ്ങനെയെന്ന് ആരും മറക്കരുത്.